കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ടു. ഒരു തരി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. എ.വി. ഗോവിന്ദൻ. ഇതുപോലെ തന്നെയല്ലായിരുന്നോ അന്ന് അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു. അന്ന് ഈ പെരുമാറുന്ന സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്ന് ആ കാലഘട്ടത്തിലാണ് ഈ ഗുരുവായൂരിലൊക്കെ തിരുവാഭരണം മോഷണം പോയത്. അന്ന് ആ കാലത്ത് അദ്ദേഹത്തെ പറയാത്ത കരുണാകരൻ സാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ UDFൻ്റെ ഈ വിജയവും ഈ LDF സർക്കാരിൻ്റെ ഈ ശബരിമല വിവാദവും ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതും സന്തോഷിച്ചതും ഒരൊറ്റ വ്യക്തിയാണ്. മറ്റുള്ളവർ ആഘോഷിച്ചില്ല എന്നല്ല, മറ്റു UDFകാർ ആഘോഷിച്ചില്ല. അതിനേക്കാൾ 100 ഇരട്ടി ആഘോഷിച്ചത് ഒരിക്കൽ ശ്രീ കരുണാകരൻ സാറ് തന്നെയാണ്. കാരണം അദ്ദേഹം മേളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അന്ന് അദ്ദേഹം അനുഭവിച്ച പ്രഷർ എത്രത്തോളമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ ശരിക്കും അറിയുള്ളൂ. കാരണം അത് ഭയങ്കര രീതിയാണ്. അന്ന് കാർട്ടൂണൊക്കെയാണ്, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് കാർട്ടൂൺ അത് നമുക്കറിയാലോ, പത്രത്തിലൊക്കെ ചെറിയൊരു കാർട്ടൂൺ പോലെ അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ രീതി വെച്ചിട്ട് കരുണാകരൻ സാറിനെ വെച്ചിട്ട് കരുണാകരൻ സാറിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, കാർട്ടൂണിൻ്റെ ഡയലോഗ്. എൻ്റെ സ്വർണം തരാതെ നീ എന്നെ കാണാൻ തൊഴാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിലും മുദ്രാവാക്യങ്ങൾ വിളിച്ചും അധിക്ഷേപിച്ചും ഒക്കെ ഒരു നല്ല രീതിയിലൊക്കെ അന്ന് പുള്ളിയെ കൊല്ലാക്കൊല ചെയ്തു. അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്താണ്. പക്ഷേ അന്ന് വർഷങ്ങൾക്ക് ശേഷം ശബരിമല ആ സ്വർണ്ണപ്പാളി കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇതേ സംഭവം ഇവർക്ക് തന്നെ തിരിച്ചടിയായിപ്പോയി. അത് കഴിഞ്ഞ് ഒരു പാരഡി ഇറക്കിയെന്നും പറഞ്ഞിട്ട് ഇത്രയും സത്യം പറഞ്ഞാൽ തോക്കിൻ കുഴലിൽ കൂടെയും ചോരകളിലൂടെയും ചവിട്ടി വരുന്ന സഖാക്കളാണെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുന്ന ടീംസുകളൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു പാരഡി കേട്ടപ്പോൾ ഇത്ര പ്രവോക്കാവുകയും ചെയ്തു, പേടിച്ചും ഭയന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ രീതിയിലാണ്. അന്ന് ഇദ്ദേഹത്തെ എന്തോരും അതിനുശേഷം UDF സർക്കാരിനെതിരെ ഒരുപാട് ആരോപണം വന്നിട്ടും അവർ അറിയാലോ, പരസ്പര വോട്ടിൻ്റെ സമയത്ത് ഇങ്ങനെ പരസ്പരം പഴിചാരിയും സ്വയം നന്മ പറഞ്ഞും പരസ്പരം മറ്റു പാർട്ടികളെ പഴിചാരിയൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ ഇവർ സഹിച്ച് UDF സർക്കാർ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇപ്പോൾ നല്ല വിജയം നേടി. എന്നിട്ട് ഇവർ അംഗീകരിക്കണില്ല. ഇവർ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ആ പാടിയ ആൾക്കെതിരെ കേസ് കൊടുക്കുന്നു, എഴുതിയ ആൾക്കെതിരെ കേസ് കൊടുക്കുന്നു, അയ്യപ്പൻ്റെ വികാരം വളർത്തി എന്ന് പറഞ്ഞ്. പക്ഷേ കാലം കണക്കി ഒതുക്കാതിരിക്കില്ല. കർമ്മ എന്നൊരു സംഭവം ഉണ്ടോ? പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളല്ല, എന്നിരുന്നാലും ഇതിൽ വിശ്വസിച്ച കർമ്മ അത് റിയലാണ്. അതാണിപ്പോൾ സംഭവിച്ചത്. അന്ന് അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിച്ചു. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായ K. കരുണാകരനെ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ ഇതേ സ്വർണത്തിൻ്റെ പേരിൽ അതാണ് കർമ്മഫലം. അതനുഭവിച്ചേ തീരൂ. കറങ്ങിത്തിരിഞ്ഞ് ബൂമറാങ് പോലെ നമ്മൾ തന്നെ വരും. അതിപ്പോൾ വിശ്വാസമായി കാണുമല്ലോ.